ജീവിക്കാനുള്ള മാർഗം, ഒരു പ്രതിസന്ധി അതിജീവിക്കാൻ മനുഷ്യരാശിക്കുള്ള മാർഗം ഈശോ കഴിഞ്ഞാൽ പിന്നീട് കർത്താവിൻ്റെ പിൻഗാമിയായി ലോകത്തെ നയിക്കേണ്ടത് പത്രോസാണ്. അതുകൊണ്ട് പത്രോസിലൂടെ ദൈവം സംസാരിക്കും. അതുകൊണ്ട് ഈശോ പറയും, ശമയോൻ, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്. പത്രോസിൻ്റെ വേറെയും വെളിപാടുണ്ട്, പിതാവ് വെളിപ്പെടുത്തിയ വെളിപാട്. പത്രോസിന് തള്ളിപ്പറച്ചത് പോലും ഒരു വെളിപാടാണ്. പത്രോസ് തള്ളിപ്പറഞ്ഞ് എന്തും പറഞ്ഞാൽ തള്ളിപ്പറഞ്ഞത്, ഞാനവനെ അറിയുന്നില്ല. രക്ഷപ്പെടാൻ വേണ്ടി ദൈവം പറഞ്ഞു കൊടുത്ത ഒരു കുരുട്ട് ബുദ്ധിയാണ്. ഇവനും മാനുഷികമായ ബലഹീനതയാണ്. ഇവൻ തള്ളിപ്പറയുമെന്ന് ഈശോ കട്ടായം പറഞ്ഞതാണ്. ഇവൻ തള്ളിപ്പറയും. ആ തള്ളിപ്പറച്ചിൽ പോലും അവനെ കുറ്റം വിധിക്കാൻ പറ്റാതിരിക്കാനുള്ള വാക്കാണ് പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. എന്താണ്? ഞാൻ നിന്നെ അറിയുന്നില്ല, അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്താ? മനുഷ്യന് ക്ഷമ ലഭിക്കാനും തെറ്റ് ചെയ്ത മനുഷ്യനെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി സ്വർഗം പത്രോസിന് വേണ്ടി തന്ത്രപൂർവ്വം കണ്ടുപിടിച്ച ഒരു ഫോർമുലയാണത്. എന്താ കാര്യം എന്നറിയാവോ? അറിയണില്ല എന്ന് പറയുമ്പോഴേ കർത്താവും എന്താ പറഞ്ഞത്? പിതാവേ, ലുക്കായുടെ സുവിശേഷം 24:23 എന്താ പറഞ്ഞത്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, അതിനാൽ ഇവരോട് ക്ഷമിക്കണമേ. സ്വർഗത്തിനും മനുഷ്യൻ രക്ഷിക്കാനുള്ള ഒരു നിഗൂഢമായ ജാമ്യ വ്യവസ്ഥയാണ്. ജാമ്യത്തിലെടുത്താണ് ഈശോ. തൻ്റെ ശത്രുക്കളെയും കൊലപാതകളെയും പോലും കർത്താവിൻ്റെ സ്നേഹം ജാമ്യത്തിലെടുക്കും. എന്ത് പറഞ്ഞുകൊണ്ടാണെന്നറിയാവോ? തന്നെ കൊലപാതകളെപ്പോലും രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹം കണ്ടുപിടിച്ച സ്വർഗത്തിൻ്റെ ജാമ്യ വ്യവസ്ഥയാണ്. എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയത്തില്ല, ഇവരോട് ക്ഷമിക്കണമേ. അതുതന്നെയാണ് ഈശോ പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മക്കൾ തെറ്റ് സംഭവിക്കുന്നത്? ദൈവത്തെയോ, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വചനത്തെയോ, ഒന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ വചനത്തെയോ, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചോ അറിയാത്തത് കൊണ്ടാണ് അവർക്ക് തെറ്റ് സംഭവിച്ചത്. ലൂക്ക 22-29 തിരുവചനങ്ങള്. അവിടെ എന്താ സംഭവിക്കണത്? തെറ്റ് സംഭവിക്കണത് എന്തുകൊണ്ടാണെന്നാണ് പറയണത്? അറിയാത്തത് കൊണ്ടാണെന്ന്. യോഹന്നാൻ്റെ 16:3 ഈശോ വീണ്ടും ആവർത്തിക്കും, അവർക്ക് എന്നെ അറിയില്ല, പിതാവിനെ അറിയില്ല, അതുകൊണ്ടാണ് അവർക്ക് തെറ്റ് സംഭവിച്ചതെന്ന്. യോഹന്നാൻ 16:3 അവർക്ക് പിതാവിനെ അറിയില്ല, എന്നെയും അറിയില്ല, അതുകൊണ്ടാണ് തെറ്റ് സംഭവിച്ചത്. അറിയാതെയാണ് ചെയ്തതെങ്കിൽ അല്പമേ പ്രഹരമേൽക്കത്തുള്ളൂ എന്നൊരു വചനമുണ്ട്. ലൂക്ക 12:24 നീ അറിയാതെയാണ് ചെയ്തതെങ്കിൽ അല്പമേ പ്രഹരമേൽക്കത്തുള്ളെന്ന്. ആ നിഗൂഢമായ രഹസ്യമാണ് പത്രോസിന് ജാമ്യത്തിലെടുക്കാൻ വേണ്ടി ദൈവം പത്രോസിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പത്രോസ് പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ആ വാക്കിൽ വെച്ച് വാസ്തവത്തിൽ ആ ഒരു വാക്കുകൊണ്ട്, മനുഷ്യ നിൻ്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ വിധിക്കുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് പറയണത് കാരണം എന്താ അറിയുമോ? ഇത് ദൈവത്തിൻ്റെ ഒരു മനസ്സ് ദൈവ പൈതലും മനസ്സിലാക്കി ആ ദൈവത്തിലേക്ക് നീ എത്ര നീചനായാലും എത്ര നികഷ്ടമായ സാഹചര്യത്തിലാണ് ജീവിച്ചെങ്കിലും നിനക്ക് നിരാശ ഉണ്ടെങ്കിൽ ദൈവം നിന്നെ വിളിക്കുകയാണ്, നീ തിരിച്ചു വരണമെന്ന്. നിന്നെ ജാമ്യത്തെടുക്കാൻ വേണ്ടി ഇല്ലാത്ത വാക്കും ഇല്ലാത്ത വകുപ്പ് കണ്ടുപിടിച്ചുകൊണ്ട് ദൈവവചനം കാത്തിരിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശമയോൻ, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്. അതുപോലെ ശമയോൻ്റെ വെളിപാടാണ്. രാത്രി മുഴുവനും ഞങ്ങൾ പണിപ്പെട്ടിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. കടലിൽ മീനില്ല കർത്താവേ, വെള്ളമില്ലാത്തടത്ത് എങ്ങനെ മുങ്ങും, മീനില്ലാത്ത കടലിൽ നിന്ന് എങ്ങനെ മീൻ പിടിക്കും എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന് ജ്ഞാനം വെളിപ്പെടുത്തിക്കൊണ്ട് ഉടമ്പടി പാലിച്ചാൽ മതിയെന്ന്.
പുറപ്പാട് 19:8 പറഞ്ഞില്ലേ, കർത്താവ് പറഞ്ഞതുപോലെ ഞങ്ങൾ നിറവേറ്റുമെന്ന്. അപ്പോൾ കർത്താവ് ജെറീക്കോ കോട്ട പൊടിക്കും, കർത്താവ് ജോർദാൻ വറ്റിക്കും, ശെമയോനും അത് തന്നെയാണ് പറയുന്നത്. കർത്താവെ, അങ്ങ് പറഞ്ഞതനുസരിച്ച് ഞാൻ വിലയിറക്കും. അപ്പോൾ മീനില്ലാത്ത കടലിൽ മീനുണ്ടാക്കുന്നത് അങ്ങായിരിക്കും, മീൻ കയറാത്ത വലയിലേക്ക് മീൻ കയറ്റുന്നത് അങ്ങായിരിക്കും, എല്ലാം നീ തന്നെയായിരിക്കും. കൈയടിച്ച് കർത്താവ് സ്വരത്തിൽ എല്ലാവരും ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ പ്രിയമുള്ളവരെ, ഉടമ്പടി ചെയ്തവർക്കും ഉടമ്പടി ചെയ്യാനിരിക്കുന്നവർക്കും വേണ്ടിയാണ് ആരാധന. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ കിഡ്നി രോഗികൾ, ഉദര രോഗികൾ, ഹൃദയ രോഗികൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 15 മില്ലിയൊക്കെ ദൂരമുള്ള ദൂരങ്ങളാണ് കർത്താവ് പെട്ടെന്ന് നടക്കുന്നത്. കൃപാസനം പത്രത്തെ ആശീർവദിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ചില മക്കൾ അതൊക്കെ കൊണ്ട് വലിയ കാര്യങ്ങൾ നേടുന്നുണ്ട്. അവിടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ചും കർത്താവ് പത്രത്തെ ഒരു ഉപകരണമാക്കുന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു അറിവ് കിട്ടുന്നത്. അത് ഞങ്ങളാരും ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന അറിവല്ല, അത് ജനങ്ങൾക്ക് അനുഭവം കൊണ്ട് ബോധ്യമാകുന്ന ദൈവത്തിൻ്റെ ചില ആന്തരിക വെളിപാടുകളാണ്. അതുകൊണ്ടാണ് ചേച്ചി പറയണത്, അമ്മയെ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ICU ആംബുലൻസിൻ്റെ ഉള്ളിൽ അമ്മ കിടക്കുമ്പോൾ മരവിച്ച തലയുടെ താഴെ പത്രം വെച്ചിരിക്കണം. അതെന്താണ്? അത് ആശീർവദിച്ചാണ് അമ്മ കൂടെ സഞ്ചരിക്കുമെന്ന്. പിന്നെ നോക്കുമ്പോൾ ക്ലോട്ടില്ല. അമ്മ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് നടന്ന് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. ജഡം പോലെ ഈ ശവം പോലെ കിടന്ന അമ്മയാണ് പറയണത്, ഞാൻ ഒറ്റയ്ക്ക് നടന്ന് ഡോക്ടറെ അടുത്ത് പോയിക്കൊള്ളാമെന്ന്. നമ്മളിതെല്ലാം വലിയ കാര്യങ്ങളാണ് കേട്ട് പിരിയണത്. അപ്പോഴും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം. നിങ്ങൾ അവൻ പറഞ്ഞതുപോലെ ചെയ്യണം. ഒന്ന് പറഞ്ഞേ, കർത്താവേ ഉടമ്പടി വചനമനുസരിച്ച് നിന്റെ വാഗ്ദാനം പ്രാപിക്കാൻ പരിശുദ്ധ അമ്മയെപ്പോലെ വിശുദ്ധ പത്രോസ് പറഞ്ഞതുപോലെ നീ പറഞ്ഞതുപോലെ ചെയ്തു കൊള്ളാമെന്ന് ഞങ്ങളുടെ വാഗ്ദാനം ഞങ്ങൾ നവീകരിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. ദൈവനാമത്തിൻ്റെ മഹത്വം പറയുന്നു. ഈ പുണ്യഭൂമിയിൽ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയതിന് കോടാനുകോടിയും തിരുക്കുമാരനോട് നന്ദി പറയുന്നു. എൻ്റെ പേര് ബ്ലെസ്സി, ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഉടമ്പടി എടുത്തത്. അതിനു മുൻപ് ഓൺലൈൻ ഉടമ്പടി ഞാൻ എടുത്തത് 2021. ഓൺലൈൻ ഉടമ്പടി എടുക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ, ഞാൻ അന്ന് ഡൽഹിയിലെ മഹാമാരി ചിലപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ സമയത്ത് ഡൽഹിയിലെ സെക്കൻഡ് വേവ് കോവിഡിൽ ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ അവസ്ഥ വളരെ ഗുരുതരമായിരുന്നു. ഡോക്ടർ പറഞ്ഞിരുന്നു ചിലപ്പോൾ ആൾ പോവും എന്നുള്ളൊരു അവസ്ഥയിൽ ഡോക്ടർ മുഖത്ത് നോക്കി പറഞ്ഞിരുന്നു എന്ന് എൻ്റെ പേരൻസിനോടും ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞിരുന്നു. എനിക്കൊരു മോളുണ്ട്, 6 വയസ്സുള്ള മോൾ. അന്ന് അവൾ 2 വയസ്സായിരുന്നു. അപ്പോൾ ആദ്യം ഹസ്ബൻഡാണ് അത് എഫക്റ്റ് ആയത്. അത് കഴിഞ്ഞിട്ട് മോൾക്ക്, പിന്നെ ആയിരുന്നു ലാസ്റ്റ് എനിക്ക്. അപ്പോൾ എനിക്ക് വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് കൂടി. ന്യൂമോണിയ ത്രൂ ആണ് കോവിഡ് വന്നത്. ന്യൂമോണിയ വന്നിട്ട് ലങ്സിൽ ബ്ലഡ് കെട്ടിക്കിടന്നു. അത് കാരണം കൊണ്ട് ഫുൾ ക്ലോട്ടായിരുന്നു. ചിലപ്പോൾ നഴ്സുമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമായിരിക്കും. അത് വന്നിട്ടാണ് ബ്രെത്ത്ലെസ്നെസ് എക്സ്ട്രീം ആയത്. ആ ഒരു എക്സ്ട്രീം സിറ്റുവേഷനിൽ സാച്ചുറേഷൻ എൻ്റെ പോയത് 74 ആണ്. എന്ന് പറഞ്ഞാൽ ഓക്സിജൻ സാച്ചുറേഷൻ ഒരു ശരാശരി മനുഷ്യർക്ക് വേണ്ടത് 98 to 100% ആണ്.
ആ സമയത്ത് 74% പറഞ്ഞത് എക്സ്ട്രീം ബ്രെത്ത്ലെസ്നെസ് ആണ്, എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം എൻ്റെ ഹസ്ബൻഡ് ഹീ ടുക്ക് മീ ടു ദ ഹോസ്പിറ്റൽ വിച്ച് ഇസ് നിയർ ബൈ ടു അവർ പ്ലേസ്. ആ സമയത്ത് ബെഡ് കപ്പാസിറ്റി ടോട്ടലി ഇല്ലായിരുന്നു, ടോട്ടലി നിൽ. ബിക്കോസ് എനിക്ക് സ്റ്റിൽ ഐ റിമെമ്പർ ദാറ്റ് ഞാൻ വീട്ടിലായിരുന്നു ഒരാഴ്ച ഫുൾ pneumonia when I affected with it, because it was high fever around 102, 103, and it was settling down in between, but when he was giving tepid sponge, but it was not going through all the well way. Then simultaneously it was coming back and forth, it's coming and on. എന്നിട്ടാണ് അത് പെട്ടെന്ന് ആ ഗ്രേഡ് ഹൈ ഗ്രേഡായിട്ട് ഫീവർ കൂടിക്കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യണം എനിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു, ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു, ഒന്നും ഒരു സ്റ്റെപ്പ് പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ ആ ബെഡിൽ മാത്രം കിടന്നിരുന്നു. അവസാനമായിരുന്നു ഓക്സിജൻ സിലിണ്ടറായിട്ട് വീട്ടിൽ നിന്ന് പോയതും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ സമയത്ത് വീട്ടിൽ നിന്ന് പോയപ്പം പുള്ളി അറിയാതെ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ അതുപോലും ഒരു സ്റ്റെപ്പ്, ബേബി സ്റ്റെപ്സാണ് ഞാനെടുത്ത് മെല്ലെ മെല്ലെ നീങ്ങിയത്. കാരണം ഓക്സിജൻ ട്യൂബിങ് അറിയാതെ ലിഫ്റ്റ് കേടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ അപ്പാർട്ട്മെൻറ്റ്സിലെ ലിഫ്റ്റ് കേടായതുകൊണ്ട് തന്നെ അറിയാതെ അത് പുള്ളി വിചാരിച്ചു അകത്തോട്ട് കൊണ്ടുപോകാമെന്ന് ഓർത്തപ്പോഴത്തേക്ക് ആ ട്യൂബിങ് വിട്ട് പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടെ തന്നെ ഡിസ്കംഫർട്ടായി. പിന്നെ സ്റ്റെപ്പിൽ കൂടെ ഞങ്ങൾ നടന്ന് കയറുമായിരുന്നു, കാറിൽ ത്രൂ ഞങ്ങൾ അഡ്മിറ്റായി. ഓക്സിജൻ്റെ അവിടെ നിന്നാണ് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തുടങ്ങിക്കഴിഞ്ഞ്. അന്ന് മോള് കൂടെ ഉണ്ടായിരുന്നു. അപ്പം കൂടെ ഓക്സിജൻ്റെ ഞാൻ കൃത്യം ഓർക്കുന്നില്ല, സിലിണ്ടറിൻ്റെ കപ്പാസിറ്റി ആ സമയത്ത് വളരെ കുറവായിരുന്നു, 1.5 2 ലിറ്റേഴ്സോ മറ്റോ ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇത് തീരും, അതുകൊണ്ട് നീ ആദ്യം ഇവളെ അഡ്മിറ്റ് ചെയ്തിട്ട് പിന്നെ കുഞ്ഞിനെ കൊണ്ട് വീട്ടിൽ വിടാമെന്ന് പറഞ്ഞു. പക്ഷേ അവളുടെ മുമ്പിൽ കൂടെ ഞാൻ എമർജൻസിയിൽ അഡ്മിറ്റ് ആകാമെന്ന് പറയുമ്പം ചിലപ്പോൾ അവളൊരു കുട്ടിയാണ്, ബിക്കോസ് ഒബ്വിയസ്ലി ഞാനൊരു BSc നഴ്സാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഫീൽഡിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. മെൻ്റൽ ഹെൽത്ത് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ട്രോമറ്റൈസ്ഡ്. അപ്പം അത് അവൾക്ക് വരേണ്ടെന്ന് ഓർത്ത് തന്നെ സെയിം ഞാൻ വിചാരിച്ചു ഇറ്റ്സ് ഓക്കെ, എന്തെങ്കിലും ആട്ടെ. ഞാൻ അവിടെ തന്നെ ഓർത്ത് മാതാവ് എന്ത് ചെയ്യണം എന്ന് മനസ്സിൽ വന്നു. ഒന്നും പറ്റില്ല, നീ അവളെ വീട്ടിൽ തന്നെ വിട്, വരുന്ന വെച്ചെടുത്ത് കാണാം എന്ന് തന്നെ ഞാൻ ഓർത്തു. അവിടുന്ന് അവിടുന്ന് ഞങ്ങൾ വണ്ടിയിൽ അവൾ ഉണ്ടായിരുന്നെങ്കിലും അമ്മയുണ്ടായിരുന്നു, കുഞ്ഞുണ്ടായിരുന്നു. അവൾ സ്റ്റിൽ നം, ബിക്കോസ് ചേട്ടന് വന്നു, അവൾക്ക് വന്നു, ലാസ്റ്റ് എനിക്ക് വന്നെങ്കിലും അവൾ ഷി വാസ് ടോട്ടലി ഡൗൺ. എന്നിട്ടാണ് ഫൈനലി അവളെ വീട്ടിൽ വിട്ടു. എൻ്റെ അമ്മയുടെ അടുത്ത് എൻ്റെ മമ്മിയുടെ വീട്ടിൽ അവളെ വിട്ടു. അവളെ വിട്ടപ്പോഴും ഒരു കുഴപ്പമില്ലായിരുന്നു. ആ സിലിണ്ടറിൻ്റെ ഓക്സിജൻ തീരുന്നത് ആ സിലിണ്ടറിൽ ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ വാതിൽ എത്തിയപ്പോഴാണ്. അതായിരുന്നു ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ടായ ഫസ്റ്റ് അനുഗ്രഹം. അവർ അവിടെ ഷോക്കായി. ഇതുവരെ ഇല്ലാത്ത ആ കൃത്യം അവർ ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് കൃത്യമായിട്ടും അല്ലാതെ മനസ്സിലാകുന്നുണ്ടായിരിക്കും. ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് തന്നെ അവരുടെ വെക്കുമ്പോൾ തന്നെയാണ് എൻ്റെ ആ ഒരു ഓക്സിജൻ്റെ അത് തീരുന്നത്. ആ തീർന്നപ്പോൾ തന്നെ അവിടുന്ന് തുടങ്ങിയ അത്ഭുതങ്ങളുടെ പെരുമഴ. കിടന്നപ്പോൾ ആദ്യം കാഷ്വാലിറ്റിയിലായിരുന്നു, ബെഡിലായിരുന്നു, പല ബുദ്ധിമുട്ടുകളിലും മരണം അടുത്ത് മുഴുവൻ മരണം മാത്രമേ ഉള്ളായിരുന്നു. ഡെഡ് ബോഡീസ് ഫുൾ അവേ. 28 വയസ്സുള്ള ആൾക്കാർ മരിക്കുന്നു, എക്സ്ട്രീമായിട്ട് സീഷർ ഫിറ്റ്സ് അടിക്കുന്നു, അത്രയും എക്സ്ട്രീം. ഭാര്യ മരിച്ചിട്ട് ഭർത്താവിനറിയില്ല, ഭർത്താവ് മരിച്ച ഭാര്യയ്ക്കറിയില്ല, ഒരൊറ്റ അടിക്ക് 6 പേരൊക്കെ മരിക്കുന്നു. ആ ഒരു അവസ്ഥയിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പേടിയില്ല എനിക്ക്. ഞാൻ ആ സമയത്ത് കൊന്ത ചെല്ലുന്നുണ്ടായിരുന്നു, മനസ്സില്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താവും എന്നുള്ളൊരു എനിക്ക് പേടിയില്ല. പക്ഷേ എനിക്ക് എന്നെക്കാട്ടും കൂടുതൽ ടെൻഷൻ വന്നത് എൻ്റെ അച്ഛന് നല്ല പ്രായമുണ്ട്, ആ പുള്ളിക്ക് എന്താവും. പിന്നെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന എൻ്റെ മോളെക്കുറിച്ചുള്ള ടെൻഷൻ, അവളുടെ മെൻ്റൽ ഹെൽത്ത്, അവൾ എന്തായിരിക്കും, അവൾക്ക് ടെൻഷൻ ആവോ, അവളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ വിഷമമാവോ, പേടി തട്ടുവോ എന്നൊക്കെയുള്ളൊരു പേടിയും വിഷമമൊക്കെ എനിക്കുണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു എൻ്റെ വിഷമങ്ങൾ. പിന്നെ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പം അതിനിടയിലാണ് ഡോക്ടേഴ്സ് ഇതുപോലെ തന്നെ സെയിം എൻ്റെ ഓക്സിജൻ സാച്ചുറേഷൻ മെല്ലെ കുറയുന്നു. CRP റേറ്റ് ഭയങ്കര ഹൈ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ക്രിയാറ്റിൻ ലെവൽ റേറ്റ്, ക്രിയാറ്റിൻ അല്ല CRP ഒരു ഇൻഫെക്ഷൻ, ബ്ലഡിലെ ഇൻഫെക്ഷൻ റേറ്റ് ആണ്. അത് കൂടുതൽ എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷൻ ഭയങ്കരമായിട്ട് കൂടുന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഇങ്ങനെ കൂടി വരുന്നതുകൊണ്ട് അനുസരിച്ച് ഡോക്ടർ അവസാനം ഹസ്ബൻഡിനോട് പറഞ്ഞു എന്തും പ്രതീക്ഷിക്കാം, നിങ്ങൾ അതിന് റെഡി ആയിക്കോണം. കാരണം ഒരു സ്റ്റാറ്റിസ്റ്റിക് പ്രകാരം ഒരു 91 ഓക്സിജനിൽ അഡ്മിറ്റ് ആകുന്ന ആൾക്കാർ പോലും 95 അഡ്മിറ്റ് ആകുന്ന പോലും രക്ഷപ്പെടുന്നില്ല. അപ്പോൾ 74 അഡ്മിറ്റ് ആകുന്ന ഒരു കുട്ടിക്ക് എങ്ങനെ രക്ഷപ്പെടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അത് ബി വെരി പ്രാക്ടിക്കൽ ആൻഡ് ലോജിക്കലി അക്സെപ്റ്റഡ്. അപ്പം ഇതൊക്കെ പുള്ളി പിന്നെയാണ് എന്നോട് പറയുന്നെങ്കിലും അവരെല്ലാവരും പാനിക് അറ്റാക്സിലായിരുന്നു, ട്രോമറ്റൈസ്ഡായി. അവർ വിചാരിച്ച് എന്താവും എന്നുള്ള ടെൻഷനിലൊക്കെ അവരിരുന്നു. അവസാനം എനിക്ക് റെമിഡിസ്വെയർ തന്നു. അതൊരു അന്നത്തെ സമയത്ത് അറിയാമായിരിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും. അത് ഭയങ്കര കോസ്റ്റ്ലി മെഡിസിൻ ആയിരുന്നു. പ്ലസ് അത് എന്താ പറയുക, അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ മെമ്മറി വരെ കളഞ്ഞു. ഞാൻ ആരാന്ന് പോലും, എനിക്ക് എൻ്റെ ഒരു മോളുണ്ടെന്ന് പോലും, എൻ്റെ സ്വന്തം പേര് പോലും എനിക്ക് ഓർമ്മയില്ലായിരുന്നു.
എൻ്റെ ചേട്ടൻ്റെ പേര് പിന്നെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, എനിക്കറിയില്ല ഹൗ ഇറ്റ് കൈം, ബട്ട് സംവാട്ട് ഇറ്റ് വാസ് ദെയർ. പക്ഷേ എൻ്റെ സ്വന്തം പേര് ഞാൻ അറിയുന്നത് എൻ്റെ ഒരു സ്റ്റിക്കർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ബാഗിൽ, ബ്ലെസ്സി. അപ്പോൾ ഞാൻ ഓക്കെ ഇതാണ് എൻ്റെ പേരല്ലേ. ഞാൻ നേഴ്സിനോട് ചോദിക്കുകയും ചെയ്തു, എൻ്റെ ഷീ ക്രോസ് ചെക്ക്, നിനക്ക് നിൻ്റെ പേര് മറന്നുപോയി. എനിക്കൊന്നും ഓർമ്മയില്ല, ആ ഒരു അവസ്ഥയിലായിപ്പോയി. 6 ദിവസം കഴിഞ്ഞാണ് എനിക്കൊരു മോളുണ്ടെന്ന് പോലും ഞാൻ ഓർക്കുന്നതും ആ ഒരു ഗുരുതരാവസ്ഥയെന്ന്. അത് എന്നിട്ട് കൂടെ എൻ്റെ ഒരു മെഡിസിൻ്റെ ഒരു പോക്ക് പറഞ്ഞാൽ രാത്രി 2-3 മണിവരെ ആയിരിക്കും എൻ്റെ മെഡിക്കേഷൻസ് മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും ഉറങ്ങും ചിലപ്പം, കാരണം എല്ലാവരുടെ സമയം 10 മണി രാത്രി അങ്ങനെയൊക്കെ മെഡിസിൻ തീരും. പക്ഷേ എൻ്റെ മെഡിസിൻ്റെ ഹൈ ഡോസാണ്, പ്ലസ് 28 കാനുല എനിക്കിട്ടു, 28 ക്ലെക്സൈൻ എന്ന് പറഞ്ഞാൽ ആൻറ്റികോയഗുലൻ, ബ്ലഡിനെ തിൻ ചെയ്യുന്നത്. ബ്ലഡ് കട്ടിയാതെ ബ്ലഡ് അത് ലങ്സിൽ കയറിയ ആൾ മരിച്ചു പോകും. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന, ക്ലോട്ടിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ആൻറ്റികോയഗുലൻ. ആ ക്ലെക്സൈൻ ഇട്ടിട്ടാണ് 28 എണ്ണം മുഴുവൻ കറുത്ത പാട് പ്ലസ് 28 കാനുല കുത്തി ചേഞ്ച് ചെയ്ത് എങ്ങുമില്ല. ലാസ്റ്റ് അതായപ്പം എനിക്ക് തോന്നുന്നു അവർ ചിലപ്പോൾ, ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്തോ സെൻട്രൽ മാത്രം ഇടരുത്, കാരണം സെൻട്രൽ ഇവിടെ ഇട്ടാൽ ചിലപ്പം പോവും എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞു. പക്ഷേ എങ്ങും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സമയങ്ങൾ രാത്രി 2-3 മണി വരെ കാനല നെർവ് വെയിൻ കുത്തി സമയം കിട്ടത്തില്ല. അവർ നോക്കുമ്പോൾ അവസാനം എനിക്ക് വിഷമമില്ല, അവരെന്നെ ഇങ്ങനെ നോക്കും, സോറി എന്ന് പറയും, സോറി കേട്ടോ. അനസ്തീഷ്യോളജിസ്റ്റ് വരും, സോറി വീണ്ടും കുത്തി, സോറി വീണ്ടും, സാരമില്ല. ഞാൻ ചിരിക്കുമായിരുന്നു, ഓക്കെ എനിക്കറിയാം ചെയ്ത്, കാരണം ഇത്രയും മെഡിസിൻസ് പോകുന്നതുകൊണ്ട് എല്ലാ വെയിൻ കത്തിപ്പോവും, അത് നാച്ചുറലാണ്, അവരുടെ തെറ്റല്ല. അതിന് വെയിൻ ഏത് മെഡിക്കേഷൻ ഹൈ മെഡിക്കേഷനാണ്, അപ്പോൾ അത് പോവില്ല. പ്ലസ് ഈ രാത്രി 2-3 മണി വരെ മെഡിക്കേഷൻസ് എല്ലാം പോയി കഴിഞ്ഞപ്പോഴാണ്, ഇങ്ങനെ ഒരു അവസ്ഥയിൽ നീങ്ങിയപ്പോഴാണ് പിന്നെ എനിക്ക് ഒരു 83 വയസ്സുള്ള ഒരു അമ്മച്ചീനെ പരിചയപ്പെടാമെന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ടപ്പുറത്ത് ആ അമ്മച്ചി അഡ്മിറ്റായിരുന്നു. ആ അമ്മച്ചിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അമ്മച്ചീനെ ആരോ ഉപേക്ഷിത രീതിയിൽ വീട്ടിൽ നിന്ന് കൊണ്ടിട്ട ഒരവസ്ഥയായിരുന്നു. അവർ നല്ലൊരു അമ്മച്ചി, അവരെ കാണുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം അമ്മച്ചീനെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈശോയ്ക്ക് ഞാൻ കൊടുത്ത ഒരു വാഗ്ദാനമാണ്, എൻ്റെ ദൈവമേ എല്ലാ റൂമിൽ നിന്ന് ഓരോരോ ഡെഡ് ബോഡി പോകുന്നത് ഞാൻ കാണുന്നുണ്ട്, ആൾക്കാർ വന്ന് എന്നോട് പറയുന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്നോട് വന്ന് പറയുന്നത്, ഞാനേ വീക്കാണ് ആ സമയത്ത്, നിങ്ങൾ എന്തിനാണ് എന്നോട് വന്ന് ഷെയർ ചെയ്യുന്നത് മനസ്സിൽ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ അവരവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ അവരെവിടെയെങ്കിലുമൊക്കെ നല്ലത് കാണുന്നുണ്ടല്ലോ എന്ന് ഓർക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ എനിക്ക് മനസ്സിലായി അവരുടെ കണ്ടീഷൻ. എൻ്റെ അടുത്തുനിന്ന് അവരെ എടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞ ദൈവമേ എനിക്കത് സഹിക്കാൻ പറ്റില്ല, കാരണം എന്തോ എനിക്ക് അങ്ങനെ ആ ഒരു ഫീൽ ആ സമയത്ത് വന്നു. ഞാൻ ഓർത്ത് ഇവർക്ക് വേണ്ടി ഇവരെ മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം എന്ന് ഞാൻ ആ സമയത്ത് ചിന്തിച്ചു. അതുപോലെ തന്നെ സംഭവിച്ചു. കാരണം അടുത്ത ദിവസം അവർക്ക് ഇതുപോലെ അവർക്ക് ഇൻസുലിൻ പോകുന്നുണ്ടായിരുന്നു, എല്ലാ ദിവസവും ഇൻസുലിൻ ഇഞ്ചെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നഴ്സസ് വന്ന്. പക്ഷേ അന്ന് അവർക്ക് ഭയങ്കരമായിട്ട് ഡ്രൗസിയായി, ഒത്തിരി ക്ഷീണമായി. അപ്പോൾ അവർ ഇൻസുലിൻ എടുത്തില്ല, അവർ നേരെ ഉറങ്ങിയിട്ട് അവരുടെ ഫുഡും അവരുടെ കാര്യങ്ങൾ ആരും നോക്കാറോ ഇല്ല. കാരണം അത് അവരുടെ കുറ്റമല്ല, കാരണം ആ ഒരു അവസ്ഥയിൽ 10 മണി കഴിഞ്ഞ് എല്ലാവരും ഗേറ്റ് അടയ്ക്കും, പേടിയാണ്. PPEയിൽ എല്ലാവരും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റിൽ എല്ലാവരും ബ്ലൂ എല്ലാം നിൽക്കുവാണെങ്കിലും എല്ലാവർക്കും പേടിയുണ്ട്, എനിക്ക് വന്നാലോ, കുടുംബമുണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് എല്ലാവരും അത്രയ്ക്ക് അതേ ചെയ്യുള്ളൂ. ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ്. സാധാരണ പേഷ്യൻസിൻ്റെ റിലേറ്റീവ് വരുന്ന പോലെ ആരും ഇല്ല കൂടെ, ഒറ്റയ്ക്ക് മരിച്ചു, ഒറ്റയ്ക്ക് മെഡിസിൻ എടുത്തോ എന്നുള്ളൊരവസ്ഥയായിരുന്നു. അപ്പോഴാണ് ആ പുള്ളിക്കാരത്തിയുടെ ഒരു രാത്രി 3 മണിയായപ്പോൾ അമ്മച്ചി പെട്ടെന്ന് ക്രാഷായി. എന്ന് പറഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ, ഷുഗർ പെട്ടെന്ന് ഡൗണായി, അമ്മച്ചിയുടെ പെട്ടെന്ന് ഡൗണായി. അത് മനസ്സിലാക്കാൻ റീസൺ ഞാൻ പെട്ടെന്ന് സ്വെറ്റ് ചെയ്യുന്നു, പുള്ളിക്കാരത്തി ദാഹിക്കുന്നു. അത് മിഡ്നൈറ്റ് 3 മണിയാണ്, എൻ്റെ ഇഞ്ചക്ഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കാര്യങ്ങൾ ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട്. എൻ്റെ മെഡിസിൻ പോകുമ്പോഴും ഞാൻ പലപ്പോഴും ഇൻഫോം ചെയ്യാറുണ്ടായിരുന്നത് അവിടെ തീർന്നു കേട്ടോ, ഇത് ചെയ്ത് കേട്ടോ, ഇത് തീർന്നു, ഇത് ചേഞ്ച് ചെയ്യും കേട്ടോ. കാരണം അങ്ങനെയൊക്കെയല്ലേ നമുക്കൊരു എന്താ പറയുക, നമ്മൾ മനുഷ്യൻ്റെ രീതിയിൽ അത് പ്ലസ് നമുക്ക് അങ്ങനെയൊക്കെയല്ല ഒരു വ്യക്തിനെ സഹായിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം, എന്ത് മനുഷ്യനെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ പിന്നെ ആ ഒരു അമ്മച്ചിയുടെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ നോക്കിയപ്പം രാത്രി 3 മണി, ആരും ഇല്ല അടുത്ത്. അമ്മച്ചിക്ക് വെള്ളം വേണമെന്ന് ദാഹിക്കുന്നു പറയുന്നുണ്ടായിരുന്നു ഹിന്ദിയിൽ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്ത് എങ്ങനെ ഇതിൽ നിന്ന് എണ്ണിക്കും, എനിക്ക് ഓക്സിജൻ വെച്ചിരിക്കുക 4, 6, 8, 10, 12 ലിറ്ററിലാണ് ഓക്സിജൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും ഹൈ ഫ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന ഓക്സിജൻ. അപ്പം ഞാൻ എങ്ങനെ എൻ്റെ ഓക്സിജൻ മാസ്ക് ഊരിയിട്ട് ഒരാളെ പോയി സഹായിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഞാൻ. പക്ഷേ എന്നാലും ഞാൻ ഓർത്ത് എൻ്റെ ദൈവമേ, ഇന്ന് ഇത് ഞാൻ സഹായിച്ചില്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഈ ഒരു വ്യക്തി മരിച്ചെന്നിരിക്കും, ഇത് ഞാൻ കേട്ടെന്നിരിക്കും, എന്തോ എനിക്കൊരു കുറ്റബോധം വന്നെന്നിരിക്കും, ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു, ചിലപ്പം അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ എൻ്റെ കാലെടുത്ത് തറയിൽ കുത്തിയപ്പോൾ എൻ്റെ കാല് വളഞ്ഞായിരുന്നിരുന്നത്, കാരണം ഈ ഒരു മെഡിസിൻസ് എല്ലാം പോയിക്കൊണ്ടും അവസ്ഥ ഭയങ്കര. അതും ഓക്സിജൻ എടുത്ത് ഊരി മാറ്റി വരയ്ക്കാൻ തുടങ്ങി, ഓക്സിജൻ ഇല്ല. ക്യാനില മുഴുവൻ പുറകോട്ട് പോയി. കാരണം ഞാനൊരു 2 ലിറ്ററിൻ്റെ ജഗ് എടുത്തിട്ടാണ് അതിനകത്തൊന്ന് വെള്ളം കോരി ചൂടും തണുത്ത്, അവർ അത്രയും വലിയ ജഗ്ഗായിരുന്നു അവിടെ, അത് ചൂടും തണുത്ത് മിക്സ് ചെയ്ത് അവർക്ക് ഈ വിറച്ചുകൊണ്ടാണ് ഞാൻ അവർക്ക് കൊടുത്തത്. കാരണം എനിക്കത് കൊടുക്കണമെന്നുണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് എന്ത് വേണമെങ്കിൽ സംഭവിച്ചോട്ടെ എന്ന് എൻ്റെ മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ മാസ്ക് ഒന്ന് മണ്ടയ്ക്ക് ചെയ്തിട്ട് ഞാനന്ന് അവർക്ക് ഇച്ചിരി വെള്ളം കൊടുത്തു. അവരുടെ ജീവൻ വീണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ അവർക്കത് കൊടുത്തത് എൻ്റെ കൈ വിറച്ചു. ഞാൻ പെട്ടെന്ന് ഗ്ലാസ് അവിടെ വെച്ചു. എന്നിട്ട് വന്ന് നേരെ എൻ്റെ ബെഡിലിരുന്നു. ഞാൻ എൻ്റെ ഓക്സിജൻ മാസ്ക് വെച്ചിട്ടില്ല. ഞാൻ നോർമലി ഇരിക്കും. അപ്പോൾ ഞാൻ അവിടുത്തെ ഓക്സിജൻ മാസ്ക് അല്ലായിരുന്നു ഇതുവരെ ഇരുന്നത്. എന്നിട്ട് എൻ്റെ ഓക്സിജൻ മാസ്കിന് ഒരു നീഡ് എനിക്ക് തോന്നിയില്ല. എനിക്ക് ആ സമയത്ത് ഞാൻ ഓക്സിജൻ വേണമെന്ന് എനിക്ക് തോന്നിയില്ല. അത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്സിജൻ ഞാനൊന്ന് വെച്ചപ്പോൾ ഓക്സിജൻ്റെ മാസ്ക് വെക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ഒരാൾക്കാർ മാസ്ക് വെക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നഴ്സസ് പെട്ടെന്ന് വന്ന് എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. അവർ വന്ന് ചെക്ക് ചെയ്തപ്പോൾ നേരെ 74-80 കിടന്ന ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ കയറിയ 95 ഞാൻ കയറിയത്. ആ ഒരു ഓക്സിജൻ സാച്ചുറേഷനിലേക്കാണ് ഞാൻ കയറിയത്. എന്നിട്ട് 92 എന്നും 92-95 ആ ഒരു ഓക്സിജൻ സാച്ചുറേഷനിൽ ഞാൻ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഓക്സിജൻ്റെ നീഡ് വേണ്ട. ഡോക്ടേഴ്സും നഴ്സസും അവരെല്ലാവരും ഷോക്കായി. എങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരാളുടെ ഓക്സിജൻ 2 നിമിഷം കൊണ്ട് അതായി. അപ്പം ഇവർ അവിടെ വന്ന് എന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ പോലും പറഞ്ഞു, ഇവർക്ക് എന്നാ സംഭവിച്ചത് ഈ അമ്മച്ചിക്ക്. അപ്പം ഇന്ന സംഗതി സംഭവിച്ചെന്ന് ഈ അമ്മച്ചി അടുത്ത ദിവസം രാവിലെ ഏറ്റപ്പോൾ പറഞ്ഞു കൊടുത്തു. അവർക്കിങ്ങനെ ഓർമ്മ ഉണ്ടായിരുന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു കൊടുത്തു. അവർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പം ഈ ഡോക്ടർ പറയുകയാണ്, ഇവരെല്ലാവരും ഹിന്ദിക്കാരന്മാരാണ്. അപ്പം അവർ പറഞ്ഞത് എന്താണ്, വെൻ മിറാക്കിൾ കംസ്, വെൻ ജീസസ് പ്രസൻറ്റ് ദെയർ, വെൻ മിറാക്കിൾ കംസ് ദർ ഇസ് നോ ലോജിക്, ദർ ഇസ് ഓൺലി എ മാജിക്. ദാറ്റ് വാട്ട്സ് ദ സ്ട്രെങ്ത് ഓഫ് മാജിക് ഇസ്. അതാണ് ആ ഡോക്ടറിൻ്റെ വായിൽ നിന്ന് കേട്ടത്. അത് പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ കാര്യത്തിൽ വളരെ സന്തോഷിക്കുന്നു. കാരണം അത് കഴിഞ്ഞ് നിമിഷ നേരം കൊണ്ടായിരുന്നു എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഹൈ ആയത്. 2 ദിവസം കൊണ്ട് തന്നെ ഡിസ്ചാർജായി. അപ്പം എൻ്റെ കണ്ടീഷൻസ് അവിടെ നിന്ന് തീർന്നില്ല. പിന്നെ എന്നാലും അത്രയും കണ്ടീഷൻ അത്ഭുതകരമായി ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് ആയി. ഒരു മദേഴ്സ് ഡേയിലാണ് ഞാൻ ഡിസ്ചാർജ് ആയത്. എന്നിട്ട് ഞാൻ അടുത്ത എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് കോവിഡ് കഴിഞ്ഞ് പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. റെസ്പിറേറ്ററി അലർജിക് ആയിട്ടുണ്ടായിരുന്നു. ഡസ്റ്റ് അടിക്കുമ്പോഴേ ഇവിടെ എല്ലാം ഞാൻ നേരത്തെ വന്നപ്പോൾ എല്ലാം മാസ്കിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി ഉപ്പെടുത്തിട്ട് ഞാൻ ചിലയിടത്ത് ഞാൻ പല ജനലും പല ഏരിയകളിലും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെതറിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അവിടെ വെച്ചു. അപ്പോൾ കുറച്ച് ദിവസങ്ങളുള്ളിൽ തന്നെ എൻ്റെ ആ മാസ്ക് വെക്കുന്ന ആ പ്രവണത അങ്ങ് പോയി. ആ ബുദ്ധിമുട്ട് പോയിട്ട് എനിക്ക് പിന്നെ മാസ്ക് വെക്കേണ്ട അവസ്ഥയും വന്നിട്ടില്ല. എൻ്റെ അമ്മ, എൻ്റെ അനിയത്തിയെല്ലാം, ചേച്ചി എന്തുകൊണ്ടാണ് മാസ്ക് ഇപ്പോൾ വെക്കാത്തത്, ചേച്ചിക്ക് പിന്നെ പഴയ പോലെ ബുദ്ധിമുട്ട് തുടങ്ങിയാലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എടി ഞാൻ ഉടമ്പടിയിലാണ്, മാതാവിൻ്റെ ഉപ്പാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഇപ്പോൾ ഒന്നും എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്കിപ്പോൾ എവിടെ നിന്ന് എടുത്തു പോയാലും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്നാ, അത്രയും മാതാവിൻ്റെ ഉടമ്പടിയുടെ ശക്തിയുണ്ട്. അന്ന് തൊട്ട് ഞാൻ എൻ്റെ ചോറിലും എൻ്റെ ഫുഡിലും എല്ലാം ബുദ്ധിമുട്ട് വരുമ്പോൾ തൈലങ്ങൾ തേച്ചൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടാണ് അടുത്ത എൻ്റെ ഒരു എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അത്ഭുതകരമായ എൻ്റെ ഒരു ഫസ്റ്റ് സെറ്റ് ഞാൻ ക്ലിയർ ആയിരുന്നു. വളരെ ഫ്യൂ മാർക്സിലുള്ള ഞാനിങ്ങനെ പോയായിരുന്നു ഫസ്റ്റിൽ. പക്ഷേ ആ ഒരു നെക്സ്റ്റ് സെറ്റ് മാതാവിൻ്റെ കൃപയാൽ ഞാനത് ഈ പ്രാവശ്യം ക്ലിയർ ആക്കിയിട്ടാണ് ഞാനിത് സാക്ഷ്യം പറയാൻ ഞാൻ പിന്നെ വരാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടുന്ന് കൊണ്ടുപോയ പത്രങ്ങളിൽ ഒരു 500+ പത്രം, 600+ പത്രങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ തന്നെ പല ഭാഷകൾ, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്. കാരണം ഞങ്ങളുടെ മാതാവിൻ്റെ പള്ളിയിൽ തമിഴിൽ ഓരോരു വരും, ഇംഗ്ലീഷ്, ഹിന്ദിയൊക്കെ. പല പരിഹാസങ്ങളും പല നിമിഷങ്ങളിൽ ആൾക്കാർ പലപ്പോഴും വന്ന് പറഞ്ഞെങ്കിലും വളരെ ഫ്യൂ ആയിരുന്നു. പക്ഷേ അതിൽ കൂടുതലും ഹിന്ദിക്കാരന്മാർ വന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടുത്തെ അഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ യൂട്യൂബ് കാണിച്ച് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ 3/4 മണിക്കൂർ ചിലപ്പോൾ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അവർ ഒറ്റ പത്രമേ പോകത്തുള്ളായിരിക്കും. പക്ഷേ ഞാൻ അത്രയും ആ ഒരു കാര്യത്തിൽ ഡെഡിക്കേറ്റ്ലി ഞാൻ ഇരുന്നിട്ടുണ്ട്. ഞാൻ ചില ദിവസങ്ങളിൽ ലീവ് ഉള്ളപ്പോൾ ഞാൻ രാവിലെ പോയാൽ ചിലപ്പം വീട്ടിൽ വരുന്നത് ചിലപ്പോൾ 5 മണിക്കായിരിക്കും. പക്ഷേ എന്നാലും ഞാൻ അവിടെ ഇരുന്നിട്ട് ചില ദിവസം മുഴുവൻ പോയില്ലല്ലോ എന്ന് വിഷം വരും. പക്ഷേ അടുത്ത ട്രിപ്പിൽ ഞാൻ വീണ്ടും പോയി. അതെല്ലാം ഞാൻ ഇവിടുത്തെ ഉടമ്പടി പത്രങ്ങൾ മുഴുവൻ കൊണ്ടുപോയി എല്ലാം ഞാൻ വിതിൻ ഒരാഴ്ച തന്നെ എല്ലാം ഞാൻ തീർത്തു. ഇവിടുന്ന് തന്നെ ഞാൻ കൊണ്ടുപോയി എല്ലാം ചെയ്ത് തുടങ്ങുമായിരുന്നു. എന്നിട്ട് പലയിടത്തും വിഷമകരമായിട്ട് പലയിടത്തും നമുക്ക് വാഷ്റൂംസിൽ നിന്നും പല ഫുഡിൻ്റെ സ്ഥലത്തു നിന്നൊക്കെ കിട്ടുന്ന വിഷമം തോന്നാറുണ്ട്. അങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് പത്രങ്ങൾ വെക്കുന്നതെന്ന്. പക്ഷേ എന്നിട്ടും അവിടുന്ന് എടുത്തിട്ട് മറ്റുള്ളവരുടെ ആ ഒരു പത്രങ്ങൾ എടുത്തിട്ടും ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഉടമ്പടി തന്നെ ആയിരുന്നപ്പോൾ തന്നെ ഞാൻ ത്രൂ വേറൊരു കുടുംബജീവിതം, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പുള്ളിക്കാരത്തി എന്നോട് എല്ലാ ഷെയറുകളെല്ലാം പറഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു മാതാവിൻ്റെ അനുഗ്രഹത്താൽ തന്നെ അവരുടെ ജീവിതവും വളരെ സുഖകരമായി. അമ്മ മാതാവിന് തിരുക്കുമാരനോട് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ഈ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും തന്നത് അമ്മയുടെ അനുഗ്രഹത്താൽ തന്നെ, അല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏഷ്യ 43:2 പറയുന്ന പോലെ, ഐ ഷാൽ സമ്മൻ ടു യു, ഐ കോൾഡ് ബൈ യുവർ നെയിം, യു ആർ മൈൻ. അതാണ്
ദൈവനാമത്തിന് മഹത്വം സ്തുതി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ബിന്ദു ബെൻസി. ഞാൻ ഇടുക്കി രൂപതയിലെ ശ്രീവാമല ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്ത് 16/12/2023 ഞങ്ങൾക്ക് വീട് പണിയാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും നടക്കുന്നില്ലായിരുന്നു. പൈസയൊക്കെ ഉണ്ടാക്കി വെക്കും, പക്ഷേ പണി നടക്കത്തില്ലായിരുന്നു. അങ്ങനെയായപ്പോൾ അമ്മയുടെ ഉടമ്പടി എടുത്ത് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മയുടെ ഒരു സ്വപ്ന ദർശനം എനിക്കുണ്ടായി. ഞാനൊരു കടലിൻ്റെ നടുക്ക് നിൽക്കുകയാണ്. അമ്മ ആ കടലിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്നു, കടൽപ്പാലത്തിൽ. ഞാൻ നിൽക്കുന്നതിൻ്റെ അടുത്ത് നിന്ന് പാലത്തിൽ നിന്ന് മൊത്തം തടിക്കഷ്ണങ്ങളും പറന്ന് കാറ്റിൽ പോകുന്നു. ഞാൻ അമ്മയെ വിളിച്ച് കരയുന്നു. അമ്മ കൈ നീട്ടി എന്നെ പിടിച്ച് അക്കരെ എത്തിച്ച്, കുഴപ്പമൊന്നുമില്ല, സഹനങ്ങൾ ജീവിതത്തിലുണ്ടാകും, സഹിക്കുവാനുള്ള ശക്തി നിനക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ വീടിൻ്റെ പണി നടക്കുകയും ഞങ്ങൾക്ക് 2 പുതുക്കി കഴിഞ്ഞപ്പോഴേക്കും വീട് പണി ആരംഭിക്കുകയും 4ാമത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട് പണി പൂർത്തിയാക്കി. 1 രൂപ പോലും കടമില്ലാതെ ഞങ്ങൾക്ക് ഭവനം പണി പൂർത്തിയാക്കാൻ സാധിച്ചു. അതിനു മുമ്പ് അമ്മ ഞങ്ങൾക്ക് ഞങ്ങൾ ഭവനം പണിയാൻ തീരുമാനിച്ചപ്പോൾ ഈ ഭവനത്തിൻ്റെ ഒരു രൂപം ഞങ്ങൾക്ക് ഫോണിൽ തന്നായിരുന്നു. അതേപോലെ തന്നെയുള്ളൊരു ഭവനമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. രണ്ടാമതായി ഞങ്ങളുടെ പറമ്പിൽ കുരങ്ങിൻ്റെ ശല്യം ഉണ്ടായിരുന്നു കൃഷിസ്ഥലത്ത്. അപ്പോൾ ഭയങ്കര ശല്യമായിരുന്നു, എന്ത് ചെയ്താലും പോകത്തില്ലായിരുന്നു. അത് ഞാനൊരു ദിവസം അമ്മയുടെ ഉടമ്പടി തൈലം കൊണ്ട് മണ്ണിൽ കുരിശ് വരച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, ഉടമ്പടി ഉപ്പ് പറമ്പിന് ചുറ്റും വിശ്വാസ പ്രമാണം ചൊല്ലി തളിച്ചു. അതിനുശേഷം ഇന്ന് വരെ ഞങ്ങളുടെ പുരയിടത്തിൽ കുരങ്ങിൻ്റെ ശല്യം ഉണ്ടായിട്ടില്ല. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പിന്നെ എനിക്ക് ഒരു രോഗമുണ്ടായിരുന്നു, നട്ടലിൻ്റെ അകത്ത് അകന്നിട്ട് ഞരമ്പ് അതിൽ കയറി ബൾജാകുകയായിരുന്നു. ഒത്തിരി സമയം നിൽക്കാനോ നടക്കാനോ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അമ്മയുടെ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് പങ്കെടുത്താൽ എന്തെങ്കിലും ഇങ്ങനെ കാലിന് പ്രശ്നമൊന്നും ആവില്ലെങ്കിൽ അമ്മ എനിക്കൊരു അടയാളം തരണമെന്ന്. പിറ്റേ ദിവസം തുടങ്ങി എന്നെ കൂട്ടുകാരൊക്കെ വിളിക്കാൻ തുടങ്ങി, നീ ജപമാല റാലിക്ക് വാ, ഞങ്ങളുടെ കൂട്ടത്തിൽ പോകാം, കുഴപ്പമില്ല എന്ന്. പക്ഷേ ഞാനൊരു പൂ ചോദിച്ചപ്പോൾ അമ്മ എനിക്കൊരു പൂന്തോട്ടം തന്നെ നൽകി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി കുടുംബസമേതം വന്ന് ജപമാല റാലിയിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും പങ്കെടുക്കുവാൻ സാധിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പിന്നെ എനിക്ക് യൂട്രസ് ഇങ്ങനെ ഇറങ്ങി പോരുകയും ഇൻഫെക്ഷൻ ആവുകയും ചെയ്യുമായിരുന്നു. അന്നേരം ഞാൻ അമ്മയുടെ ഉടമ്പടി തൈലം വയറിൽ മേൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ എനിക്ക് ആശുപത്രി പോകാനൊന്നും പറ്റത്തില്ല, അമ്മ ഇത് സൗഖ്യം തന്നെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എന്ന് അമ്മയോട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. 8 നോയമ്പ് കഴിഞ്ഞപ്പോൾ അതെനിക്ക് പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. ജപമാല റാലിയിൽ പങ്കെടുത്തതിന് ശേഷം അങ്ങനെ യാതൊരുവിധ കുഴപ്പങ്ങളും എനിക്കില്ല. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പ്രേക്ഷിത കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ പത്രം ടൗണുകളിലും ആശുപത്രികളിലും ആടുകളുടെ വീടുകളിലൊക്കെ കൊണ്ട് എൻ്റെ കിട്ടിയ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഭയങ്കര ദേഷ്യവും മുൻകോപവും ഒക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു. വൈരാഗ്യ ബുദ്ധിയോടുകൂടി എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വൈരാഗ്യ ബുദ്ധിയായിട്ട് കിടക്കുമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കതെല്ലാം ക്ഷമിക്കാനും അവരോടെല്ലാം സ്നേഹത്തോടെ പെരുമാറാനുമുള്ള കൃപശക്തി ലഭിച്ചു. പിന്നെ അനാഥാലയങ്ങളിലും വൃദ്ധമന്ദിരങ്ങളിലൊക്കെ ഞാൻ പോയി ഭക്ഷണം കൊടുക്കുകയും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തു. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉടമ്പടിയിൽ മരണം വരെ ജീവിക്കുവാനാണ്. എല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.